നമുക്ക് CRUD ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. CRUD ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഒരു ന്യൂ ഫോൾഡർ. നമുക്ക് നേരെ CRUD എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് VS കോഡിൽ ഓപ്പൺ ചെയ്യാം. VS കോഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, CMD എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ കോഡ് സ്പേസ് ഡോട്ട് അടിച്ചാൽ എന്താവും, നമുക്ക് VS കോഡിൽ ആ ഒരു ഫോൾഡർ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി കോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിനെന്തുണ്ടാവും, ഒരു ഫ്രണ്ട് എൻഡും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബാക്ക് എൻഡും ഉണ്ടാവും അല്ലെ. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ യൂസറിന് കാണാൻ പറ്റുന്ന ഏരിയക്കാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ യൂസറിന് കാണാൻ പറ്റില്ല, പക്ഷേ ഡാറ്റാസ് ഒക്കെ സെൻഡ് ചെയ്യുന്നത് ബാക്ക് എൻഡ് എന്നായിരിക്കും. ഓക്കെ, ഈ റൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ബാക്ക് എൻഡ് എന്നായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഫ്രണ്ട് എൻഡ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ബാക്ക് എൻഡ് ഫോൾഡറും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും. നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ടെർമിനലിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, CD സ്പേസ് ഫ്രണ്ട് എൻഡ്. ആദ്യം ഫ്രണ്ട് എൻഡ് ഓപ്പൺ ചെയ്യുക, പിന്നെ ഇവിടെ ഒരു പ്ലസ് ഞെക്കിയാൽ ഒന്നുകൂടി ക്രിയേറ്റ് ആവും, ഒരു ടെർമിനലോട് ക്രിയേറ്റ് ആവും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, CD സ്പേസ് ബാക്ക് എൻഡ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് എൻഡ് നോർമലി നമ്മൾ റിയാക്റ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ MongoDB എക്സ്പ്രസ് റിയാക്ട് Node.js റിയാക്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. Node.jsഉം എക്സ്പ്രസും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, MongoDB. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നോർമലി ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യും പോലെ റിയാക്റ്റിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. റിയാക്റ്റിൽ എങ്ങനെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം, നോർമലി npm create white at latest. ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രൊജക്ട് നെയിം ചോദിക്കും. നമുക്ക് ഓൾറെഡി ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ട് കൊടുക്കുക, എന്നിട്ട് റിയാക്ട് സെലക്ട് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റും സെലക്ട് ചെയ്യുക, എന്നിട്ട് യെസ് അടിക്കുക. അപ്പോൾ എന്താ, ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും, ഒരു ഫ്രണ്ട് എൻഡ് നമുക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് നേരെ ബാക്ക് എൻഡിലോട്ട് പോവാം. ബാക്ക് എൻഡിൽ നമുക്ക് മെയിൻലി ഫസ്റ്റ് തന്നെ ബാക്ക് എൻഡ് Node.js, ഈ Node.jsഉം കാര്യങ്ങളൊക്കെ ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, npm നോഡ് പാക്കേജ് മാനേജർ ഇനീഷ്യലൈസ് ചെയ്യാം. npm init -y. ഈ -y എന്ന് പറഞ്ഞാൽ യെസ് എന്നാണ്. ഓക്കെ, npm init -y എന്ന് അടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാക്ക് എൻഡിന്റെ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാം, ഒരു package.json എന്ന് പറഞ്ഞൊരു ഫയൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇനീഷ്യലൈസ് ആയി എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് ഇതിൽ എന്തുണ്ട്, കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് ബാക്ക് എൻഡിൽ എക്സ്പ്രസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതാദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. npm ഇൻസ്റ്റാൾ എന്ത് ചെയ്യാം, എക്സ്പ്രസ് മോങ്കൂസ് എന്ന് പറഞ്ഞാൽ MongoDB കണക്ട് ചെയ്യാനും MongoDBന്റെ സ്കീമാസ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മോങ്കോസ് യൂസ് ചെയ്യുന്നത്. പിന്നെ .env എന്ന് പറഞ്ഞാൽ നമുക്ക് env ഫയൽസ് പറഞ്ഞാൽ നമുക്ക് സെക്യൂർഡ് ആയിട്ട് വെക്കേണ്ട കുറച്ച് ഫയൽസ് ഒക്കെ എൻവിറോൺമെന്റൽ വേരിയബിൾസ് ആക്കിയിട്ട് വെക്കും. ഐറ്റ ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് .env യൂസ് ചെയ്യുന്നത്. പിന്നെ നോഡ്മോന്റെ വർക്കിംഗ് എന്താ വെച്ചാൽ, നമ്മൾ ഇവിടെ എന്ത് ചേഞ്ചസ്, സെർവറിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് നേരെ നമുക്ക് എന്ത് കിട്ടും, സെർവറിൽ അത് അപ്ലൈ ആയിട്ട് കിട്ടും. പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോഡ്മോൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തുകൂടി ഇൻസ്റ്റാൾ ചെയ്യാം, നമുക്ക് കോർസ് എന്ന് പറഞ്ഞാൽ സെയിം ഫ്രണ്ട് എൻഡിൽ തന്നെ ബാക്ക് എൻഡിലേക്ക് കോള് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് കോർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോർസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെയിം ഫ്രണ്ട് എൻഡിൽ നിന്നാണോ API കോൾ വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോർസ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് കുറച്ച് സമയം എടുക്കും. ഈ ഒരു സമയം ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്തായി, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ആക്കി വെച്ച്.
ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, ബാക്കെൻഡ് പോയി നോക്കിയാൽ നോഡ് മൊഡ്യൂൾസ് കാണാൻ പറ്റും, പിന്നെ പാക്കേജ് ഡോട്ട് ജേസൺ കാണാൻ പറ്റും, പാക്കേജ് ഡോട്ട് ജേസൺ, ലോക്ക് ഡോട്ട് ജേസൺ കാണാൻ പറ്റും. ഓക്കെ, പാക്കേജ് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞാൽ പാക്കേജ് ഈ ഒരു ഫയൽ, ഈ ഒരു സെർവറിൽ എന്തൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡിപ്പെൻഡൻസീസ്, ഇവിടെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ, സ്ക്രിപ്റ്റ്, ഇത് ഏതും ടൈപ്പാണ്, മൊഡ്യൂൾ ടൈപ്പ്, ഇപ്പൊ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന മൊഡ്യൂൾ ടൈപ്പ് ആണ്. ഓക്കെ, ഇതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പാക്കേജ് ഡോട്ട് ജേസൺ. പാക്കേജ് ലോക്ക് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ ആയിട്ട് നമുക്ക് ഓരോ മൊഡ്യൂൾസിന്റെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പാക്കേജ് ലോക്ക് ഡോട്ട് ജേസൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കൊരു ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, പാക്കേജ് ഡോട്ട് ജേസൺ ഉണ്ട്, പാക്കേജ് ലോക്ക് ഡോട്ട് ജേസൺ ഉണ്ട്. ഓക്കെ, നമുക്ക് പാക്കേജ് ഡോട്ട് ജേസണിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഇതിന്റെ ടൈപ്പ് മൊഡ്യൂൾ ആക്കാം. ഓക്കെ, മൊഡ്യൂൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ന്യൂവർ ആയിട്ട് ഇമ്പോർട്ട് ഫംഗ്ഷൻ, ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് റിക്വയർ എന്ന് പറഞ്ഞൊരു കാര്യം. ഓക്കെ, ഇപ്പം പുതിയതായിട്ട് നമ്മൾ മൊഡ്യൂൾ ടൈപ്പിലേക്ക് മാറിയതിനു ശേഷം അത് ഇമ്പോർട്ട് എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈപ്പ് മൊഡ്യൂൾ ആക്കി മാറ്റുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ക്രിപ്റ്റ് വേണം, സ്റ്റാർട്ട് ചെയ്യണമല്ലോ നമുക്ക്, നമ്മളൊരു സെർവർ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, സ്റ്റാർട്ടിനുള്ളിൽ നോഡ് മോൻ സെർവർ ഡോട്ട് ജെഎസ്. ഓക്കെ, ഇപ്പൊ എന്തായി, നോഡ് മോൻ വെച്ചിട്ട് സെർവർ ഡോട്ട് ജെഎസ് എന്ന ഒരു ഫയലിനെ വിളിക്കണം എന്നാണ് ഇവിടെ എഴുതി വെച്ചത്. നോഡ് മോൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തൊരു ചേഞ്ചസ് നമ്മൾ സെർവറിൽ വരുത്തിയാലും അത് ഡയറക്ട്ലി നമ്മളെ വെബ്സൈറ്റിലേക്ക്, നമ്മളെ സെർവറിലേക്ക് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോഡ് മോൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബാക്കെൻഡിനുള്ളിൽ നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ സെർവർ ഡോട്ട് ജെഎസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സെർവർ ഡോട്ട് ജെഎസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പാക്കേജ് ഡോട്ട് ജെഎസിന്റെ ഉള്ളിൽ നോഡ് മോൻ കഴിഞ്ഞിട്ട് കൊടുത്ത അതേ സെർവർ ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സെർവർ ഡോട്ട് ജെഎസ് ആണ് നമ്മളിവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നേരെ സെർവർ ഡോട്ട് ജെഎസ് എടുക്കാം. ഇതിനുള്ളിലാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സെർവർ സെറ്റപ്പ് ചെയ്യുന്നത്. സെർവർ എന്ത് വെച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്, മെയിൻലി നമ്മൾ എക്സ്പ്രസ് വെച്ചിട്ടാണ് സെർവർ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് എക്സ്പ്രസ് ഫ്രം എക്സ്പ്രസ്. ഓക്കെ, എക്സ്പ്രസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. എക്സ്പ്രസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ്. ഓക്കെ, ഇപ്പോ നമുക്ക് എന്ത് ചെയ്ത്, ഇമ്പോർട്ട് ചെയ്ത് അത് വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത്. ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, സൈറ്റിൽ കാണണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു പോർട്ടിലേക്ക് നമുക്ക് ലിസൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ലിസൺ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു ഇതെടുത്തതിന് ശേഷം നമുക്കൊരു ഇങ്ങനെ ഒരു ഇതെടുത്ത്, ഓക്കെ, ഇവിടെ നമ്മൾ URL കൊടുത്താൽ നമുക്ക് ഏതൊരു വെബ്സൈറ്റിലേക്കും പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ലോക്കൽ ഹോസ്റ്റ് 3001 എന്ന് പറഞ്ഞാൽ ഈ ഒരു 3001 ആണ് പോർട്ട് എന്ന് പറയുന്നത്. ഈ പോർട്ടിലേക്ക് ലിസൺ ചെയ്യിപ്പിച്ചാൽ ഈ ഒരു പോർട്ടിൽ നമുക്ക് ആ ഒരു സെർവർ റൺ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ വന്ന് ആപ്പ് ഡോട്ട് ലിസൺ എന്ത് കൊടുക്കാം, നമുക്ക് 3001 എന്നൊരു പോർട്ടിലേക്ക് എന്ത് ചെയ്യാം, ലിസൺ ചെയ്യിപ്പിക്കാം. എന്നിട്ട് ആ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിക്കണം. അതാണ് ലോഗ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ കൊടുക്കാം, സെർവർ ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി. ഓക്കെ, നമ്മൾ നോർമലി സെർവർ ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി എന്ന് കൊടുത്ത്, ഇപ്പോ നമുക്ക് 3001 പോർട്ടിൽ എപ്പോഴാണോ ഈ സെർവർ ലിസൺ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് വർക്ക് ചെയ്യും, സെർവർ ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി എന്ന് വർക്ക് ചെയ്യും. അതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. npm സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സെർവർ ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി എന്ന് കാണുന്നുണ്ട്. അപ്പൊ എന്താ, ഈ 3001 എന്ന് പറഞ്ഞൊരു പോർട്ടിൽ ഇപ്പോ ആ സെർവർ റൺ ആവുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു സെർവർ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു
നമുക്ക് ക്രെഡ് ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് എൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ UI കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ UIനൊക്കെ നമുക്ക് റെസ്പോൺസീവ് ആക്കാം. നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് കിട്ടുന്നു. ഓരോ വീഡിയോസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് പഠിച്ച്